എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അലീന ശരണ്യെ ഫോൺ ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുകയാണ്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുമെന്നും അലീന പറയുന്നുണ്ട്. ഫോൺ വെച്ച ശേഷം അലീനയാകട്ടെ നേരെ ബാലചന്ദ്രന്റെ റൂമിലെത്തിയിട്ട് ശരണ്യയുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ള കാര്യം പറയുന്നു. ഇത് കേൾക്കുന്ന ബാലൻ, അങ്ങനെ പോകണമെങ്കിൽ എൻ്റെ അനുവാദം ആവശ്യമുണ്ടോ? പോകുന്നതിന് മുമ്പ് ശരണ്യെ കണ്ടൊന്ന് നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കട്ടെ, നീ എങ്ങനെ പോകുമെന്നാണ് ബാലൻ ചോദിക്കുന്നത്. ഒന്നെങ്കിൽ രോഹിത്തിന്റെ കൂടെ, അവനില്ലെങ്കിൽ ഞാൻ തനിയെ പോയിട്ട് വരുമെന്ന് ബാലനോടെ പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകാനെന്നോണം റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീണ്ടും അലീന കയറി വന്ന് ബാലനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ശരണ്യയുടെ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളതെന്നാ ബാലനോട് പറയുന്നത്. കാര്യമെന്ന് ബാലൻ ചോദിക്കുമ്പോൾ മറുപടി അലീന, ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാലും അച്ഛൻ ശരണ്യയുടെ കാര്യമൊന്നും മറന്നു പോകരുത്. അവളുടെ പഠിപ്പിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഒക്കെ ചെയ്തു കൊടുക്കണം. ഇത് കേൾക്കുന്ന ബാലൻ, അതാണോ കാര്യം? നീ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം തന്നെ എൻ്റെ ബഡ്ജറ്റിൽ നിന്ന് വെട്ടാൻ വെച്ചിരിക്കുന്ന പേരാ ശരണ്യെന്ന് കളിയാക്കിക്കൊണ്ട് ബാലൻ അലീനയോട് പറയുന്നു. ബാലൻ മറ്റൊന്നാണ് അലീനയോട് ചോദിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിൽ ഏൽപ്പിച്ചിട്ട് എല്ലാം ഇട്ടെറിഞ്ഞു പോവുകയാണോ? മറുപടി അലീന, അങ്ങനെ ഇട്ടെറിഞ്ഞു പോകാൻ പറ്റുമോ? എനിക്ക് പുതിയ ജോലിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശരിയാവുന്നത് വരെ അവിടെ ചെന്ന് ഒരടുക്കും ചിട്ടയായി കഴിയുമ്പോൾ ഞാനിങ്ങ് വരില്ലേ? പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന നല്ല തിരക്ഷനും ബബിതയൊക്കെ സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞയക്കാനുള്ള ജോലികളിലാണ് അലീന. ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്ന ബബിതയെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം അലീന ബബിതയോടെ ചോദിക്കുന്നു, രോഹിത്തിൻ്റെ അവനെ കണ്ടില്ലല്ലോ? മറുപടി ബബിത, രാവിലെ റൂമിൽ നിന്ന് അലാറത്തിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, എഴുന്നേറ്റിട്ടുണ്ടെന്നാ തോന്നുന്നത്, ഇപ്പോൾ വരുമായിരിക്കും. രോഹിത് അവിടെ വന്ന ശേഷം അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. രോഹിത്തിന് കോളേജിലെ തിരക്ക് കാരണം കൂടെ വരാൻ പറ്റത്തില്ലെന്നും ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുവിടാമെന്നും അലീനയോട് പറയുന്നു. ബസ് ഇറങ്ങി ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്ന അലീനയെ കാത്ത് ശരണ്യയുടെ സഹോദരൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അലീനയെ കൂട്ടി ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതിനെക്കാത്ത് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഊണെല്ലാം റെഡിയാക്കിയ ശേഷം ശരണ്യയുടെ അമ്മ ഭക്ഷണം കഴിക്കാനായി അവരെ എല്ലാവരെയും വിളിക്കുന്നു. എന്നാൽ ശരണ്യയുടെ അമ്മ വിളിച്ച കാര്യം പോലും അറിയാതെ ശരണ്യയും സഹോദരൻ ഓമനക്കുട്ടനും അലീനയും എല്ലാം ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ചിന്നുമോളെ കാണാൻ നേരത്ത് അലീന എടുത്ത ഫോട്ടോസും വീഡിയോസും ഓരോന്നായി അലീന അവരെ കാണിച്ചു കൊടുക്കുന്നു. അവസാനം അമ്മ നേരിട്ട് വന്നാണ് അവരെ കൂട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കെ തന്നെ അലീന അക്കാര്യം അവരോടായി പറയുന്നു. ഞാൻ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറുകയാണ്. ഒരു പ്ലാന്ററിന്റെ വീട്ടിലേക്ക് വേറെ ജോലി നോക്കി പോവുകയാണെന്നാണ് ശരണ്യ കേൾക്ക് തന്നെ എല്ലാവരോടും പറയുന്നത്. എട്ടപാടെ ശരണ്യ ഭക്ഷണം കഴിച്ചിടത്തു നിന്ന് എഴുന്നേറ്റ് കഴിക്കാതെ തന്നെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. അല്ലാതെ ശ്രദ്ധയിൽപ്പെടുന്ന അലീന അവിടെ പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശരണ്യ വിഷമത്തോടുകൂടി തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പുറകെ ചെല്ലുന്ന അലീന എന്തു പറ്റിയെന്നാണ് ശരണ്യയോട് ചോദിക്കുന്നത്. ചേച്ചി ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ ഇനി കാണാൻ പറ്റില്ലല്ലോ, അതിനെന്താ, നീ ഒന്ന് വിളിച്ചാൽ പോരെ, ഞാനിങ്ങി വരില്ലെന്നാ അലീന ചോദിക്കുന്നത്. ശരണ്യ തുടരുകയാണ്, എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസവും ധൈര്യവും ഒക്കെ തന്നത് അത് ചേച്ചിയാണെന്നാണ് ശരണ്യ പറയുന്നത്. അലീന, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നും പറയുന്നുണ്ട്. ഒന്നും തന്നെ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് അലീന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.